ഓക്കെ. വെൽക്കം ടു യുഎസ് ഫാമിലി. യുഎസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ട്സിനും ഒരു ബിഗ് താങ്ക്സ്. കുറേ പോരായ്മകളുണ്ടായിരുന്നു, അതൊരു പരിധി വരെ ഞങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് നവംബർ 22. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നവംബർ 22 എന്നാ പ്രത്യേകത എന്തായിരിക്കും അല്ലേ? ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഈ ബർത്ത്ഡേ എന്നതിനപ്പുറം ഞങ്ങളൊരു 2 വീക്സ് മുമ്പാണ് ഈ ചാനൽ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിചാരിതമായിട്ട് ഈ ബർത്ത്ഡേ എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും നിങ്ങളുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സ്വീകരണമാണ് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടിയത്. ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഞാൻ ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്. ടിക്ടോക്കിൽ കുറേ അധികം ഫ്രണ്ട്സ് എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫുഡാണ്. അപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഫുഡ്, അതാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്കും എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ത് ഫുഡാണെന്നുള്ളതും ഏത് രീതിയിലാണ് ആ ഫുഡ് നമുക്ക് കഴിക്കേണ്ടതെന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, ശേഷം അവിടെ. സോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം റെഡിയാണ്. ക്യാമറയുടെ ബാഗും ബേബിയുടെ ബാഗും എല്ലാവരും എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാവരും. ഓക്കെ, അപ്പം ഇതിനു മുമ്പ് നമുക്ക് ഓവറോൾ വ്യൂ അതൊന്ന് കാണാം. നിങ്ങൾ കാണാൻ ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാഫായ ഇന്ദുവിൻ്റെ ഒപ്പമാണ്. ഇന്ദു നമ്മളോട് ഡാംബ ഫീസ്റ്റിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ദു, അപ്പം ഡാംബ ഫീസ്റ്റിൻ്റെ ഫുഡിൻ്റെ സ്റ്റൈൽ, എന്ത് സ്റ്റൈൽ ഫുഡ്സാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഏഷ്യൻ സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആണ്. ഇതിൽ എല്ലാം വരുന്നുണ്ട്. തായ്ലൻഡ് വരുന്നുണ്ട്, ഫിലിപ്പീൻ വരുന്നുണ്ട്, ചൈനീസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരമായിട്ടുള്ള മിക്സ് ആണിത്. സീ ഫുഡിൽ 5 ഐറ്റംസ് ആണ് നമുക്കുള്ളത്. അതിൽ ക്രാബ് വരുന്നുണ്ട്, ഷ്രിമ്പ്, കലമാരി, കോൺ ആൻഡ് മസൽസ്. നമുക്ക് 6 കൈൻഡ് ഓഫ് സോസ് ഉണ്ട്.
നമുക്ക് ചൂസ് ചെയ്യാം. അതൊരു പാക്കേജ് ആയിട്ടാണ്, ഒരു ഫാമിലി പാക്കേജ് 3 to 4 person ഇനഫ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസി ആയിട്ടുള്ള സോസ് ഉണ്ട്, നോൺ സ്പൈസി ആയിട്ടുള്ള സോസ് ഉണ്ട്, അത് നമ്മുടെ ഇഷ്ടം പോലെ. അതിൻ്റെ കൂടെ ഡ്രിങ്ക്സും വരുന്നുണ്ട്. നമുക്കൊരു 4 ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്രിങ്ക്സ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന്, വരുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ്. കസ്റ്റമേഴ്സ് ആരായിരിക്കും കൂടുതൽ വരുന്നത്? ഫിലിപ്പീൻസ് ആണോ, ഇന്ത്യൻസ് ആണോ? ഫിലിപ്പീനോസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, കുവൈറ്റീസ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടം എല്ലാത്തരം നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സ്, പലർക്കും പല ടേസ്റ്റാണ്. അതനുസരിച്ചിട്ട് ഇന്ത്യൻസ് ആയിരിക്കും മെയിൻലി സ്പൈസി ചൂസ് ചെയ്യുന്നത്. സ്പൈസി ചൂസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ് കൂടുതലും. കുവൈറ്റീസ് അവർ നോൺ സ്പൈസി ആണ് കൂടുതലും കഴിക്കാറ്. ഇവിടെ വൈറ്റ് സോസ് ഉണ്ട്, നമുക്ക് ലെമൺ ബട്ടർ സോസ് ഉണ്ട്, അത് നോൺ സ്പൈസി ആണ്. അത് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും കൂടുതലായിട്ടും അതാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നത് മെക്സിക്കൻ സോസാണ്. മെക്സിക്കൻ സോസ് ലെസ് സ്പൈസിയാണ്, റെഡ് കളർ ഗാർലിക് സോസ്, അതാണ് നമ്മുടെ ഇവിടുത്തെ ബെസ്റ്റ് സെല്ലർ. പിന്നെ സെഷ്വാൻ, അത് മോർ സ്പൈസി, അതാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള സ്പൈസി. ഇന്ത്യൻസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് അതായിരിക്കും, കുറച്ച് സോൾട്ടി ആയിട്ടുള്ള. എത്ര ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ? നമുക്ക് 4 എണ്ണമാണ് ഉള്ളത്. ഇതൊന്ന് സാൽമിയ സിറ്റി സെൻറ്റർ, പിന്നെ ഒരെണ്ണം നമുക്ക് മലിയയിലുണ്ട്, സിറ്റിയിലുണ്ട്. സിറ്റിയിൽ മലിയ നമ്മുടെ നിയർ ടു കെനീസ, അവിടെ ഒരു ചർച്ചിനും ഉള്ള സൈഡിലോട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് അൽക്കൂത്ത് മാളിലാണ്, ഫഹേലിലാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്തത് ജഹ്റയിലാണ്. പിന്നെ ഇവിടെ തന്നെ വേറെ ഏതോ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് നമ്മൾ ലാസ്റ്റ് മന്ത് ഒരെണ്ണം ഓപ്പൺ ചെയ്തു, ജെയ്ദ് ഗാർഡൻ. ജെയ്ദ് ഗാർഡൻ 2 ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്, ഫിലിപ്പിനോ ഫുഡ് ഉണ്ട്. ജസ്റ്റ് ബാക്കിൽ നമ്മുടെ ബാക്കിലായിട്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ ഒരെണ്ണം നമുക്ക് സിറ്റിയിലും ഉണ്ട്, ജെയ്ദ് ഗാർഡൻ. സെയിം ചൈനീസ് റെസ്റ്റോറൻറ്റ്, സെയിം ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഫിലിപ്പിനോ ഫുഡ് ഉണ്ട്. ആക്ച്വലി ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പ്ലേറ്റിലല്ല സെർവ് ചെയ്യുന്നത്. അവർ നമുക്ക് സെർവ് ചെയ്യുന്നത് നല്ല ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്യുന്നു. ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്ത് അതിലേക്കാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരുന്നത്. നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലൗസും ഏപ്രണും എല്ലാം കൊണ്ടുവന്ന് തരും. അതെല്ലാം വെയർ ചെയ്താണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫുഡ് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാം. വലിയ സൂപ്പർ ഫുഡാന്ന് പറഞ്ഞില്ല, ഇതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഏപ്രൺ റിസീവ് ചെയ്യുകയാണ്. ഇതിട്ടാൽ മാത്രമേ നമ്മളിവിടെ കഴിപ്പിക്കുകയുള്ളൂ. ഇവർ വില്യം ഏപ്രണൊക്കെ ഇട്ട് റെഡിയായി നിൽപ്പുണ്ട്. വിൽബർട്ട് ഏപ്രണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഏപ്രൺ ആൻറ്റി ഫുഡ് തരത്തില്ല. യെസ്, ഈ ഏപ്രൺ തന്നതിൻ്റെ ഉദ്ദേശം അവർ നമ്മൾ ടേബിളിൽ വെച്ച് കഴിക്കുന്നപ്പം നമ്മുടെ ഡ്രസ്സൊന്നും സ്പോയിലാകാണ്ടിരിക്കാനായിട്ടാണ്. അങ്ങനെ സേറക്കുട്ടിക്കും കിട്ടിയ ഒരു ഏപ്രൺ. സേറ അനങ്ങാണ്ടിരിക്കുക, ഹെയർ കട്ടിങ് എങ്ങാണ്ടാന്നോ സേറയുടെ വിചാരം. ശരിക്കും ഒരു സർപ്രൈസ് ആയിപ്പോട്ടെ. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഫുഡ് റിവ്യൂവിന് മാത്രം വന്നാണ്. വളരെ സർപ്രൈസ് ആയിപ്പോയത്. എങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പിൽ, അബു ഖലീഫയിലുള്ള ഷോപ്പാണ്, അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ എത്തിച്ചു. ഡാംബ ഫീസ്റ്റുകാർക്കും ഒരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് എന്ന കേക്ക് ഷോപ്പിനും ഒരു ബിഗ് താങ്ക്സ്. അവർ അബു ഖലീഫയിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ ഇസ്മായിലാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇസ്മായിൽ പാവം, ഇസ്മായിലിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇസ്മായിലും വന്ന് എനിക്ക് കേക്കിനുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്ത് ക്യാൻഡിൽസ് എല്ലാം കൊണ്ടുവന്ന് തന്നു. അപ്പം ഡാംബ ഫീസിനും ഇസ്മായിലിനും ചോക്ലേറ്റിനും ഒരു ബിഗ് താങ്ക്. വേറെക്കുള്ള കേക്ക് പീസിങ് എത്തും. അപ്പോൾ വാ തുറന്നിരിക്കുക. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ പറ. താങ്ക്സ് ടു മൈ ഡിയർ വൈഫ്.
നമ്മളിവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടുപിടിക്കാനുണ്ടായ സാഹചര്യവും കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഞങ്ങൾ ഫ്യൂച്ചർ കിഡ്സ് എന്ന ഇവിടുത്തെ കിഡ്സിനുള്ള എൻ്റർടൈൻമെൻറ്റ് റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് വന്നപ്പോൾ ജസ്റ്റ് ഫുഡ് കോർട്ട് കണ്ടപ്പോൾ ഫുഡ് കോർട്ടിൽ കയറി. തൊട്ടടുത്തായിട്ട് പാസ്ത ഷോപ്പുണ്ട്. പാസ്ത ഷോപ്പിൽ ഇങ്ങനെ അവർ നമ്മുടെ ഓൺ ചോയ്സിന് പാസ്തയുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് അപ്പോൾ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് നേരത്തെ കണ്ടു കാണുമായിരിക്കും. ആ ഷോപ്പിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ജസ്റ്റ് അടുത്തായിട്ട് ഇവിടെ. അപ്പം ഇവിടെ ഷോപ്പ് ജസ്റ്റ് ഡാംബ ഫീസ്റ്റ് എന്നൊക്കെ കണ്ട് ലോങ് ക്യൂ കണ്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് ഈ ഷോപ്പ്. എന്നെയും ഹസ്ബൻഡിനെയും സംബന്ധിച്ച് ഞങ്ങൾ നല്ല ഫുഡീസാണ്. ഏത് ടൈപ്പ് ഫുഡ് കിട്ടിയാലും ഞങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ വെറൈറ്റി ഫുഡ്സ് കിട്ടിയാൽ ഞങ്ങൾ കഴിച്ചിരിക്കും. ഞാൻ ഇവിടെ ഈ ലോങ് ക്യൂ കണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ വന്ന് നോക്കി. പക്ഷേ ഞാൻ എത്തി വലിഞ്ഞൊക്കെ നോക്കി ഇപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. പ്ലേറ്റും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടുവന്ന് ചരുവത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നതുമാണ് കാണുന്നത്. ഒന്നും മനസ്സിലായില്ല. ആദ്യത്തെ ദിവസം അനീല പക്ഷേ കൂടെ ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് വന്ന് ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം വന്നപ്പോഴും ഇതുപോലെ നടന്നൊക്കെ നോക്കി. ഇതുപോലെ തന്നെ ലോങ് ക്യൂ. അന്നും കഴിപ്പ് നടന്നില്ല. എന്നാ സാധനമൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ആളെത്തി. 2 ചരുവം കൊണ്ട് ഇന്ദു ചേച്ചി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചു എനിവേ ഇത് തന്നെ കഴിച്ചേക്കാൻ തീരുമാനിച്ച് വന്ന് ഒരു ദിവസം അങ്ങനെ കയറി കഴിച്ചപ്പം അഡാറ് ടേസ്റ്റായിരുന്നു. അതിൽ പിന്നെ ഞാനായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഹസ്ബൻഡ് ഇതിലങ്ങ് വീണു പോയെന്നുള്ള ഭയങ്കര ക്രേസായിപ്പോയി ഇത്. അങ്ങനെയാണ് ഇത് വയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഫുഡിനോട് താല്പര്യമായി തുടങ്ങിയത്. ഇത് തീർച്ചയായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല വെറൈറ്റി ഫുഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ മിക്കവാറും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കി കഴിക്കും, ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഹസ്ബൻഡ്. ഞാനും അതിനോട് യോജിക്കുന്നു. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ലാത്ത, ഉണ്ടാക്കി കഴിച്ചാൽ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ലാത്ത ഫുഡ്സ് നമ്മൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ വന്ന് തന്നെ ഇരുന്ന് കഴിക്കണം. സ്വല്പം ഓയിലിയാണ് ഫുഡ്, പക്ഷെ നമ്മൾ വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ. ഹോം ഡെലിവറി ഫെസിലിറ്റി ഉണ്ട്. ഹോം ഡെലിവറി ഫെസിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നല്ലൊരു ആംബിയൻസിൽ ഇവിടെ വന്നിരുന്ന് ഡിം ലൈറ്റിലിരുന്നൊക്കെ കഴിക്കുമ്പോൾ ഫാമിലിയും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊരു ഗ്യാതറിംഗ് ഒക്കെ ആയിട്ടിരുന്ന് കഴിക്കുമ്പം അതിൻ്റേതായ ഒരു ഇത് ഭയങ്കര സംഭവം. ഇന്ദു ചേച്ചിയുടെ കയ്യിലേക്ക് സാധനം ഒന്ന് കാണിച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടു. ആരോടും ചോദിച്ചില്ല ഇതെന്നാ സംഭവം എന്ന്. നെക്സ്റ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ സജസ്റ്റ് ചെയ്ത് അവർ വന്ന് പോയപ്പോഴും ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയായിരുന്നു എന്ന്. അവരും പറഞ്ഞു കിട്ടിയായിരുന്നു പക്ഷേ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രാബ് എടുക്കുക, അടിച്ചു പൊട്ടിക്കുക, ഇതാണ് ഇവിടുത്തെ പരിപാടി. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകില്ല. ഞങ്ങൾ കടിച്ച് പറിച്ചെടുത്ത് തിന്നത്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിലേക്ക് ഫുഡിങ്ങിലേക്ക് കയറാം. നമ്മളപ്പോൾ ഗ്ലൗസൊക്കെ ഇടുകയാണ്. മക്കൾ പറയുന്നു ഗ്ലൗസ് വേണ്ടാന്ന്. എനിവേ ഞങ്ങൾ കൈ കഴുകിയിട്ടാണ് വന്നത്. എന്നാലും ഇവിടുത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഗ്ലൗസ് ഇട്ട് കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഗ്ലൗസ് അങ്ങ് ഇടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഊരിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ കഴിച്ചു തുടങ്ങും. ഇതാണ് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കൾസ് നിങ്ങൾ ഗ്ലൗസ് ഇടുന്നില്ലേ? ഓക്കെ. സൂപ്പറായിട്ടുണ്ട്, തകർത്തു. എങ്ങനെ ഇത് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ 4-5 പേര് കൂടിയാണ് വരുന്നതെങ്കിൽ ഓരോരുത്തർക്കും ഉള്ളത് ഈ സൈഡിലോട്ടങ്ങ് നീക്കി വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഏത് സീ ഫുഡാണോ അതും എടുത്ത് നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ നീക്കി വെക്കുക. എന്നിട്ട് ഇന്ദു ചേച്ചി ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഏതൊക്കെയായിരുന്നു? ക്രാബുണ്ട്. നമുക്കിതിൽ 5 ഐറ്റംസ് ആണ് വരുന്നത്. അതിൽ ക്രാബുണ്ട്. നമുക്ക് ക്രാബ് വരുന്നുണ്ട്. 6 പീസസ് വരുന്നുണ്ട്. ഒരു കോംബോയിൽ 6 ഉണ്ട്. ഒരു താലി എന്തോ പറയാ, ഒരു ഫാമിലി പാക്ക് 6 പീസ് ക്രാബ്. അതെ. പിന്നെ നമുക്ക് ഷ്രിംസ് വരുന്നുണ്ട്. അതൊന്ന് അതാണ് ഷ്രിംസ്. നമുക്ക് 12 പീസ് ഷ്രിംസ് വരുന്നുണ്ട്. അതെ. പിന്നെ മസൽ വരുന്നുണ്ട്. 8 പീസസ് മസൽ വരുന്നുണ്ട്. പിന്നെ കളമാരി ഉണ്ട്. നമ്മുടെ സ്ക്യൂട്ട് കൂന്തലെന്ന് പറയാം. അതൊരു 12 പീസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോണുണ്ട്. 4 പീസ് കോണുണ്ട്. പിന്നെ നമുക്ക് അൺലിമിറ്റഡ് റൈസ് ആണ്. അൺലിമിറ്റഡ് ആണ്. പിന്നെ നമുക്ക് 2 ഡ്രിങ്ക്സ് ആണ് വരുന്നത്. അതിലിത് പൈനാപ്പിൾ പ്ലസ് ബ്ലൂ വേർഡ് മിക്സ് വണ്ണാണ്. അതെ, നമുക്ക് ചൂസ് ചെയ്യാം. മൊത്തം 4 ഡ്രിങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എടുക്കാം. 1 ലിറ്ററാണ് ഒരെണ്ണം. പിന്നെ ഇത് നമുക്ക് പാഷൻ ഫ്രൂട്ടും പൈനാപ്പിളും ഇതും മിക്സ് തന്നെയാണ്.
ഇതിൻ്റെ കൂടെ ഉള്ളത്. അതിനാണ് അത് ഇത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ബീച്ച് സ്റ്റൈൽ ഡ്രസ്സാണ് ഗോവയിലുള്ള. യെസ്, സീ ഫുഡ് ആയതുകൊണ്ട് നമുക്കൊരു ക്യാപ്പൊക്കെ ഉണ്ട്. ഈ കൊറോണ വന്നിട്ടുള്ളതെടുത്ത് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഇത് വരുന്നത് 14,950 4 കോംബോയുടെ പ്രൈസ് 14 ആണ് പറയുന്നത്. 4950. സോ അറൗണ്ട് 15 KD. ഇഷ്ടംപോലെ റൈസും നിങ്ങൾക്കറിയാം സീ ഫിഷസിന് നല്ല കോസ്റ്റ്ലി ആണെന്നറിയാം. നമ്മൾ പുറത്ത് പോയി മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് സാധനം മേടിച്ച് കൊണ്ടുവന്ന് കുക്ക് ചെയ്യുവാണെങ്കിലും അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു 4 members ഉള്ള ഫാമിലി അല്ല. ഞങ്ങളൊക്കെ ലാസ്റ്റ് ടൈം വന്നു, ഇന്നിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നുള്ളൂ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കസിൻസുമായിട്ട് 2 ഹോൾ ഫാമിലി വന്ന് കഴിച്ചു. വയറ് നിറയെ കഴിക്കാനുള്ളതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ഇത്ര നേരം ഞാൻ ഇവരുടെ സ്റ്റൈലിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിച്ചു. ഇനി എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ഇതൊക്കെ ഊരിയിട്ട് ഞാൻ ഒരു പിടുത്തം പിടിക്കാൻ പോവാം കേട്ടോ. ക്രാബുമായിട്ട് വൻ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക. ഈ കോണിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾ. അങ്ങനെ നമ്മുടെ ഈ ഡാംബ ഫീസ്റ്റിൽ കോംബോ മീലിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. Can you just tell your experience about the Damba feast? I don't know the time of the rest, but eat very nice. Eat Very, very nice. Oh, okay. This is your first time or repeatedly coming? How is your experience? Arabic, كلام عربي. عربي ايه وايد زين. محل نار الامانه شيء يسقف. അപ്പം നമുക്ക് കസ്റ്റമർ റിവ്യൂവിന് വേണ്ടി ഒരു ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ കൂടി കിട്ടിയിട്ടുണ്ട്. യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ദി ഡാംബ ഫീസ്റ്റ്? ഇറ്റ്സ് ഗുഡ്. This is your first time you are experiencing the taste or We are coming all the time. all the time here? What's your experience? For me, this is the first time. First time? Yeah. How you are feeling? Yeah, it's good, really good. Thank you. അപ്പം സത്യം പറഞ്ഞ് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ബർത്ത്ഡേക്ക് ഒരു ലഞ്ച് പോയി പുറത്ത് പോയി കഴിക്കാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. അപ്പം ചേട്ടന് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വന്ന് കഴിക്കാമെന്ന് ഉദ്ദേശിച്ച് വന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് അതിമനോഹരം. അതോടൊപ്പം തന്നെ ഇവിടെ കസ്റ്റമർ സർവീസ്, ലവിങ് ആൻഡ് കെയറിങ് കസ്റ്റമർ സർവീസാണ്. സോ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വ്ളോഗ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ബിഗ് താങ്ക്സ് പറയുന്നു. ബിഗ് താങ്ക്സ് ടു ഓൾ. ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വരണുണ്ടോ? വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ വരണം. ഒരു വട്ടെങ്കിലും വന്ന് ഇവിടുന്ന് കഴിച്ചു നോക്കണം. പക്ഷേ ഇവരെനിക്ക് എൻ്റെ ബർത്ത്ഡേ ഇത്രയും ഭംഗിയാക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഡാംബ ഫീസ്റ്റിന് താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ്സ് അയക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.